തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനാകെ കൂടെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് പച്ചക്കപ്പലിൻ്റെയാണ്. സാധാരണ എല്ലാവരുടെയും വീട്ടിലില്ലാതിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചക്കപ്പലിൻ്റെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചക്കപ്പലിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇതിൽ ഞാനിപ്പോൾ ഒരു 5 മുട്ടയ്ക്കുള്ള കണക്കാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും പച്ചമുളകുമാണ്. ഞാൻ 2 സവാളയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നല്ല എരിവുള്ളതാണെങ്കിൽ 2 മതിയാവും. എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒരു പിടി വരും. നമ്മുടെ കയ്യിൽ ഒരു പിടി കപ്പലണ്ടി. അതൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ഇച്ചിരി അതിൽ കടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊരു ടേസ്റ്റാണ് കടിയിൽ കുറച്ച് കപ്പലണ്ടി ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ. നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ വേണം. അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1 ഇഞ്ച് പീസ് കറുവാപ്പട്ട, ഒരു 2-3 കഷ്ണമൊക്കെ നുറുക്കിയതും, ഒരു 3 ഏലക്കയും ഒരു 3 കറിയാമ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി ഒരു മിനിറ്റ് വഴറ്റിയിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അത് വഴറ്റി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അത് എണ്ണ തെളിയുന്നത് വരെ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും സവാള പേസ്റ്റും കൂടി നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അത് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ട് മൂക്കുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് കപ്പലണ്ടി പേസ്റ്റ്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി പേസ്റ്റ് ചേർത്തിട്ട് കുറഞ്ഞത് ഒരു 3-4 മിനിറ്റെങ്കിലും അത് വഴറ്റണം. കാരണം അല്ലെങ്കിൽ പച്ച കപ്പലണ്ടി ആയതുകൊണ്ട് കറിക്കൊരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ആ മുട്ട ആദ്യം അതിൻ്റെ മഞ്ഞ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇട്ടിട്ട് എല്ലാം ഗ്രേവിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കണം. ഇങ്ങനെ ഈ ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കുന്നതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം ആരും സ്കിപ്പ് ചെയ്യരുത്. ചെറുതീയിൽ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട്, അപ്പോൾ കറിയൊക്കെ നന്നായി ഒന്ന് കുറുകി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് കറിയുടെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി പീനട്ട് എഗ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതുവരെ കഴിച്ചതിൽ നിന്നൊക്കെ ഉള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം.